ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ കണ്ടല്ലോ നമുക്ക്. അതിനായിട്ടൊരു പാൻ എടുക്കുക, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെല്ലുള്ളിയും പച്ചമുളകും കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ആക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ സാൾട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുതാക്കി കട്ട് ചെയ്ത ക്യാപ്സിക്കൻ, പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചില്ലി പൗഡർ, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ആക്കുക. ഇനി ഇതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. അതിനായിട്ട് 4 എഗ്ഗ് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് സാൾട്ടും ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പാൽ. ഇനി ഇത് നന്നായി മിക്സ് ആക്കുക. ഇത് കൂടാതെ ഒരു 3 എഗ്ഗ് പുഴുങ്ങി വെക്കുകയും ചെയ്യണം കേട്ടോ. ഇനി ഇത് സെറ്റാക്കാൻ ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് അത് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ബ്രെഡ് എടുത്ത് മിക്സ് ആക്കിയിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മാറ്റി വെക്കണേ, നമ്മൾ ഈ ഡെക്കറേഷന് മേലെ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച എഗ്ഗ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും അതുപോലെ തന്നെ ബ്രെഡ് എഗ്ഗിൽ മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഈ ബ്രെഡിൻ്റെ മിക്സ് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കൻ, ചിക്കന്, പിന്നെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. അപ്പോൾ നമ്മളെ ബ്രെഡ് ചിക്കൻ ബോൾ ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ സംഭവം സെറ്റ് ആയിരുന്നു. നിങ്ങളിത് ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.